തന്നെ ഒരാൾ സെൻസിറ്റീവാണ്, മറ്റൊരാൾ ആങ്കറുമാണ്, നല്ല ദേഷ്യക്കാരനും പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും കൂടെ പ്രണയിച്ചാൽ ആ ഒരു ലവ് എത്രത്തോളം സക്സസ് ആവും? അല്ലെങ്കിൽ ഈവൻ ഒരാൾ ഇൻട്രോവേർട്ടും ഒരാൾ എക്സ്ട്രോവേർട്ടുമാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ എത്രത്തോളം മുന്നോട്ട് പോകും? ഇതൊരു നല്ല കണക്ഷനായിട്ട് മുന്നോട്ട് പോകുമോ? രണ്ടുപേരും ഇതുപോലെ രണ്ടുപേർക്കും വേണ്ട മുന്നോട്ട് പോകാൻ വേണ്ട കുറേ നമ്മൾ പറയുമല്ലോ ഡിഫറൻസസ് രസമാണ്. ഡിഫറൻസസിനെ എത്രത്തോളം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എവിടെ മാക്സിമം ഒരു കോമൺ ഗ്രൗണ്ട് എത്രത്തോളം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, എത്രത്തോളം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ സിമിലർ തിങ്സ്, പിന്നെ ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ടുഗദർ ടൈം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടൊരു ധാരണ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഏത് കോമ്പിനേഷനും പോകും. അത് അവരുടെ താല്പര്യം അനുസരിച്ചിരിക്കും. അപ്പം ചില ബന്ധങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുമല്ലോ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഈ വിഷയം എനിക്ക് അറിയില്ല, എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ തെറ്റല്ല, ക്യാൻ യു ഹാൻഡിൽ ടു യുവർ സെൽഫ്, ലൈക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ ഐ ബി ദെയർ. ആ ഒരു ചില കാര്യങ്ങൾ എനിക്ക് പറ്റില്ലാത്തതുണ്ടാവും. ബട്ട് ചില കാര്യം നമുക്ക് കോമണാലിറ്റീസ് കുറേ ഉണ്ടാവും. അതുപോലെ നമ്മൾ പറയും രണ്ട് നല്ല ഇൻഡിവിജ്വൽസ് ഒന്നിച്ച് വരുമ്പോൾ നല്ല കപ്പിളാവണം നിർബന്ധമില്ല. അത് വ്യക്തികളുടെ ഇതാവില്ല. ബട്ട് നമ്മൾ പറയുമല്ലോ വിൽ ദാറ്റ് പേഴ്സൺ ബി ഓക്കെ ഫോർ മീ. അത് പറഞ്ഞ തുടക്കത്തിൽ നമ്മുടെ താല്പര്യക്കുറവുകൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ ആദ്യം താല്പര്യം, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ വയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ കുറേ കൂടെ കോംപ്ലിക്കേഷൻ കുറവായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ലൈഫിൽ ലവ് ഇല്ലാതെ ജീവിക്കുന്നവർ, എനിക്കിനി ലവ് വേണ്ട, ഒരു ബ്രേക്കപ്പിന് കിട്ടിയ ശേഷം എനിക്കിനി പ്രണയമേ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, എനിക്ക് സിംഗിൾ ലൈഫ് മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അത് നല്ലതാണോ? ഒരു സിംഗിൾ ലൈഫ് ലീഡ് ചെയ്തത് പോയിക്കാൻ നമുക്കൊരു ഘട്ടമെത്തുമ്പോൾ നമുക്ക് തോന്നില്ലേ നമ്മുടെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ? ഒരു ബ്രേക്കപ്പ് കിട്ടിയ ശേഷമാണ് അവർ ഈ ഒരു പറയുന്നത്, എനിക്കിനി പ്രണയം വേണ്ട, എനിക്ക് അതിൽ കിട്ടിയ ഒരു ട്രോമയ്ക്ക് ശേഷം എനിക്കിനി പ്രണയം വേണ്ട, ഞാൻ എൻ്റെ സിംഗിൾ ലൈഫ് അങ്ങ് ലീഡ് ചെയ്തോളാം, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ സിംഗിൾ ലൈഫ് ലീഡ് ചെയ്തിട്ട് പ്രണയമില്ലാതെ സെൽഫ് ലവ് ആയിട്ട് മാത്രം ജീവിക്കുമ്പോൾ അതിൽ എത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും? അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അത് ഇപ്പോൾ ബേസിക്കലി ഞാൻ പറയണത് ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്താ പറയുക ജനറലൈസ് ചെയ്യേണ്ടതില്ല. ഗീവ് ലൈഫ് ചാൻസസ്, ജനറലി ഗീവ് ലൈഫ് ചാൻസസ്, ഗീവ് പീപ്പിൾ ചാൻസസ്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ എന്താ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമുക്കറിയില്ല, വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരാം. ബട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് തോന്നണമെങ്കിൽ ഓക്കെ ലിവ് ലൈക്ക് ദാറ്റ്. ഒരു സ്റ്റേജ് എത്തിയിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുക സംതിങ് എൽസ് ആണ് വേണ്ട, ലെറ്റ് മീ ട്രൈ സം റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്താലോ, ട്രൈ ഇറ്റ് ഔട്ട്. ബട്ട് അഗൈൻ അവനവനായിട്ട് അടുത്ത് നിൽക്കണം. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ ആൾക്കാരെല്ലാം പറയൂ, ഇല്ലെങ്കിൽ മോശമാണ്, അങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ അവിടെയാണ് എൻജോയ്. മറ്റേ അല്ലാത്തപ്പോൾ എന്താ പറയുമോ സെൽഫ് ലവ് വെച്ച് ലൈഫ് ഒരു സ്റ്റേജ് വരെ ചിലപ്പോൾ നല്ലോണം എൻജോയ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്, സമാധാനമായിട്ട് ജീവിക്കുകയാണ്, അലൈൻഡ് ആണ്, അവനവനെ പറ്റി അവബോധം ഉണ്ടെങ്കിൽ യു ക്യാൻ ലീവ് എനി വേ യു ലൈക്ക്. ബട്ട് ഇത് പറഞ്ഞ പോലെ ഉള്ളിൽ ഈ മിസ്മാച്ച് വരരുത്, ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം ജീവിക്കുക. പിന്നെ ബേസിക് അതാ പറഞ്ഞത്, ബേസിക് ത്രഷോൾഡ് വെക്കേണ്ടത് ഡോണ്ട് ഹേർട്ട് എനിവൺ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഓൾസോ ഗെറ്റിംഗ് ഹേർട്ട്. ആ ഒരു സ്റ്റാൻഡേർഡ്സ് എങ്കിലും കീപ്പ് ചെയ്തിട്ട് അലൈൻഡ് ആയിട്ട് ജീവിക്കുക. ഉള്ളിൽ ആഗ്രഹിക്കണ വേറൊന്ന്, പക്ഷെ പുറത്തിപ്പോൾ ഒരു ബ്രേക്കപ്പ് ഇല്ലല്ല ഞാൻ അതാണ് അങ്ങനെ പറഞ്ഞ് ജീവിക്കുകയാണെന്ന് വെച്ചെങ്കിൽ കഷ്ടപ്പാടായിരിക്കും. അല്ല ഇതിപ്പോൾ തുറന്ന് പറയാനും ചിലർക്ക് എനിക്ക് പ്രണയം ഉണ്ടെന്ന് തുറന്ന് പറയാനും കുറേ പേർക്ക് പേടിയാണ്. അതേപോലെ ബ്രേക്കപ്പ് ആയാലും പറയുന്നില്ല, അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോശമാണ്, ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുന്നത് മോശം. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ അത് നോർമലൈസ് ആയി വരുന്നതുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ പണ്ടൊന്നും അങ്ങനെ എല്ലാവരും അങ്ങ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ ഞാൻ കമ്മിറ്റഡ് എന്ന് പറയുന്നുണ്ടാവില്ല. അതേപോലെ ബ്രേക്കപ്പ് ആയെങ്കിൽ ഞാൻ ബ്രേക്കപ്പ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ കുറച്ചും കൂടെ നോർമലൈസ്, ഞാൻ ബ്രേക്കപ്പ് ആണെങ്കിൽ ഞാൻ ബ്രേക്കപ്പ് ആണ് എന്ന് പറയാനുള്ളൊരു ഗട്ട്സ് ഇപ്പോഴത്തെ ജനറേഷന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു സിംറ്റം അല്ലേ? അത് നിങ്ങളുടെ എന്താ പറയുക ഈ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞല്ലോ, ആ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ ഞാൻ റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നത് എക്സൈറ്റ്മെൻറ്റ് കാര്യം ജീവിതത്തിൽ നടക്കുന്നൊരു കാര്യം എനിക്ക് അത് തുറന്നൊരാളുടെ അടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പായിട്ട് വെക്കാം. അവിടെ ആ ഒരു ഇത്രയും ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഫ്രണ്ട് സർക്കിള് നമുക്ക് എല്ലാവരുടെ അടുത്ത് നമ്മളെല്ലാം പറയില്ല, ഇപ്പോഴാണെങ്കിൽ പോലും പറയില്ല, അതിനൊരു ആൾക്കാരുണ്ട്. സോ ഇപ്പം ഈ പറഞ്ഞ ചോദ്യം ആക്ച്വലി ഡയറക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് ചുറ്റും ഉള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ്. സോ അതാണ് ഇവിടെ പ്രകടമായിട്ട് കാണുന്നത്. പിന്നെ ജനറലൈസ്ഡ് ആയിട്ടുള്ള പേടികളൊക്കെ ഒരുപാട് മാറി വരുന്നുണ്ട്. കുറേ കൂടെ ആൾക്കാർ ഓപ്പൺ ടു അ ലോട്ട് ഓഫ് ഓപ്ഷൻസ്, അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് വരുന്നത് പോലെ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് ദെയർ ക്വാളിറ്റി.